തക 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 താത്ത എന്തയ്യാരേ താത്ത എന്തയ്യാരേ തക 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 താത്ത എന്തയ്യാരേ പെണ്ണിനു 18 വയസ്സ് തുടങ്ങി കണ്ണിന് വിരിവ് വന്നു തുടങ്ങി നറുമലർ പരിമളം പൂശി തുടങ്ങി ചിലരതു കേൾപ്പാൻ ചെന്നു തുടങ്ങി ചിലരതു കേട്ടു ചിരിച്ചു തുടങ്ങി ചെവിയിൽ ചിലരതു പറഞ്ഞു തുടങ്ങി പെണ്ണിനു 18 വയസ്സ് തുടങ്ങി കണ്ണിന് വിരിവ് വന്നു തുടങ്ങി നറുമലർ പരിമളം പൂശി തുടങ്ങി ചിലരതു കേൾപ്പാൻ ചെന്നു തുടങ്ങി ചിലരതു കേട്ടു ചിരിച്ചു തുടങ്ങി ചെവിയിൽ ചിലരതു പറഞ്ഞു തുടങ്ങി ചിലരതു പറഞ്ഞു തുടങ്ങി ചിലരതു പറഞ്ഞു തുടങ്ങി കളവാണി പാടിക്കളിക്കണം കുങ്കുമം ചന്ദനം കസ്തൂരിയും നല്ല മഞ്ചാടി മാലയും മഞ്ഞക്കുറിയും കങ്കണം കുണ്ടലം കൈവിരൽ മോതിരം തങ്കപ്പതക്കവും നീ അണിയണം നാട്ടണം തോരണം പേരിയും കൊട്ടേണം കല്യാണി കളവാണി പാടിക്കളിക്കണം കുങ്കുമം ചന്ദനം കസ്തൂരിയും നല്ല മഞ്ചാടി മാലയും മഞ്ഞക്കുറിയും കങ്കണം കുണ്ടലം കൈവിരൽ മോതിരം തങ്കപ്പതക്കവും നീ അണിയണം താത്ത എന്തയ്യാരേ തക 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 താത്ത എന്തയ്യാരേ താത്ത എന്തയ്യാരേ തക 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 താത്ത എന്തയ്യാരേ പെണ്ണിനു 18 വയസ്സ് തുടങ്ങി കണ്ണിന് വിരിവ് വന്നു തുടങ്ങി നറുമലർ പരിമളം പൂശി തുടങ്ങി ചിലരതു കേൾപ്പാൻ ചെന്നു തുടങ്ങി ചിലരതു കേട്ടു ചിരിച്ചു തുടങ്ങി ചെവിയിൽ ചിലരതു പറഞ്ഞു തുടങ്ങി ചിലരതു പറഞ്ഞു തുടങ്ങി ചിലരതു പറഞ്ഞു തുടങ്ങി പൈങ്കിളി കൊഞ്ചല നീ വരില്ലേ 1000 വർഷം കൂടെ വസിക്കണം ഗംഗാസലിയിലെ സ്നാനം ചെയ്യണം നാടകമാടണം നവരസമാടണം കേട്ടവർ വരിക വേണം ഈണവും താളവും നീയല്ലേ പൊന്നെ പൈങ്കിളി കൊഞ്ചല നീ വരില്ലേ 1000 വർഷം കൂടെ വസിക്കണം ഗംഗാസലിയിലെ സ്നാനം ചെയ്യണം നാടകമാടണം നവരസമാടണം കേട്ടവർ വരിക വേണം താത്ത എന്തയ്യാരേ തക 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 താത്ത എന്തയ്യാരേ താത്ത എന്തയ്യാരേ തക 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 താത്ത എന്തയ്യാരേ പെണ്ണിനു 18 വയസ്സ് തുടങ്ങി കണ്ണിന് വിരിവ് വന്നു തുടങ്ങി നറുമലർ പരിമളം പൂശി തുടങ്ങി ചിലരതു കേൾപ്പാൻ ചെന്നു തുടങ്ങി ചിലരതു കേട്ടു ചിരിച്ചു തുടങ്ങി ചെവിയിൽ ചിലരതു പറഞ്ഞു തുടങ്ങി ചിലരതു പറഞ്ഞു തുടങ്ങി ചിലരതു പറഞ്ഞു തുടങ്ങി എന്താ രമേശേ? ശേഖരേട്ടാ, നിങ്ങൾ ഇവിടുത്തെ ഒരു MLA അല്ലേ? ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണ്ടേ? അതിപ്പം ജനങ്ങളുടെ പണം അടിച്ചു മാറ്റി ഒരുത്തനെയും വെറുതെ വിടരുത്. ഈ കാര്യത്തിൽ ഇങ്ങനെ രാഷ്ട്രീയം നോക്കരുത്. ബാങ്കിന്റെ കാര്യത്തിൽ എന്നല്ല, ഈ ലോകത്ത് എന്ത് പ്രശ്നം വന്നാലും വാദിയുടെയും പ്രതിയുടെയും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയേ ഇടപെടാൻ പറ്റൂ. അത്രേ ഉള്ളൂ.